നമസ്കാരം. നല്ല സ്ഥലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന വീട് പാലാ സെൻട്രലിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടിരിക്കുന്ന ഒരു വീടാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമുള്ള ഈ പ്രോപ്പർട്ടിയിലേക്ക് വീട് വരെ ഫുള്ള് ടാർ ചെയ്തേക്കുന്ന 13 അടി റോഡാണ്. വീടിന്റെ വിസ്താരം വരുന്നത് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. 12.25 സെന്റിൻ്റെ അകത്താണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഇവർ ചോദിക്കുന്ന വിലഭാഗം 1.3 CR ആണ്, നെഗോഷ്യബിൾ ആണ്. വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. വീട് മുഴുവനും ഇൻ്റർലോക്ക് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതാണ്. നല്ലൊരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഗാർഡൻ കാര്യങ്ങളെല്ലാം മിനിമലിസ്റ്റിക് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നേരെ കയറി വരുന്ന ഒരു ഫോമൽ ലിവിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഫാമിലി കം ഡൈനിങ് സ്പേസിലേക്കാണ്. റൈറ്റ് സൈഡിൽ ഒരു സെപ്പറേറ്റ് വാഷ് യൂണിറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിക്രിയേഷണൽ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു നാച്ചുറൽ ലൈറ്റിംഗ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ബ്രിക്സ് ആണ്. എല്ലാ റൂംസും നല്ല സ്പേഷ്യസ് ആണ്. അറ്റ് ദ സെയിം ടൈം വാഷ്റൂം എല്ലാം നല്ല രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലായിടത്തും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഈ പ്രോപ്പർട്ടിക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്കൊരു സെപ്പറേറ്റ് വാഷ് യൂണിറ്റ്. അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. മൊത്തം ബെഡ്റൂംസ് വരുന്നത് 4 BHK ആണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് എല്ലാം മിനിമലിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മിക്കയിടത്തെയും ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് സെൻറ് മേരീസ് സീറോ മലബാർ ചർച്ചിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി തേർഡ് ബെഡ്റൂം കാണിക്കുന്നതിന് മുമ്പ് വാർഡ്രോബ് ജസ്റ്റ് അതിൻ്റെ ഡിസൈൻസ് എല്ലാം കണ്ടു നോക്കിക്കോളൂ. നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ക്രോസ് വെന്റിലേഷനും നല്ല ലൈറ്റിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ എൻ്റയർലി ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റൽസ് നമുക്ക് 1.5 കിലോമീറ്റേഴ്സിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ വിശാലമായ ഹാള്. നല്ല സ്പേഷ്യസ് ആണ് എൻ്റയർലി അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പേ വാഷ് യൂണിറ്റ് ആണിത്. ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ബെഡ്റൂം നമ്പർ 3 ആണ്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പൊതുവെയുള്ള വീടുകളിൽ പൊതുവേ കണ്ടുവരുന്നത് സ്പേഷ്യസ് അല്ല, പക്ഷേ 4 BHK ആയിരിക്കും. പക്ഷേ സ്പേസ് ഇല്ലാതെ നമുക്ക് പിന്നെ അൾട്ടർ ചെയ്യാനോ അഡീഷൻ ചെയ്യാനോ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇവരത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാത്റൂംസ് വരുന്നതും നല്ല വൈഡാണ്. 1.4 മീറ്റർ എബോ ആണ് വാഷ്റൂംസ് എല്ലാം വരുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റ് ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു വാഷ് യൂണിറ്റ് ആണ്. എല്ലാം മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ലൊക്കേഷൻ എക്സാക്ട്ലി വരുന്നത് വള്ളിച്ചിറയിലാണ്. ഇത് നമ്മുടെ തേർഡ് ബെഡ്റൂമാണ്. വാർഡ്രോബ് നല്ല മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷനും ലൈറ്റിങ്ങും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് വെച്ചിട്ടും ഇത്രയും സ്പേസ് നമുക്ക് ഈ റൂംസിന് കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ മുമ്പശത്തൂടെ ഒരു 13.5 അടി കോൺക്രീറ്റ് റോഡല്ല, ഇൻസ്റ്റഡ് ഒരു ടാർ റോഡാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റ്സും എല്ലാ കാര്യങ്ങളും വാൾ മൗണ്ടഡ് ആണ്, കൺസീൽഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഡിസൈൻ ഫുള്ള് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ സ്പേസിലേക്ക് പോകാം. അതായത് ഫോമൽ ലിവിങ്ങിൽ നിന്ന് നോക്കിയാൽ കിച്ചൺ സ്പേസിലേക്ക് യാതൊരു ലുക്കും വരാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ആണ്. ഓപ്പൺ കിച്ചൺ അല്ല, ഇവിടെ ക്ലോസ്ഡ് കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡേർട്ടി കിച്ചണും മോഡേൺ കിച്ചണും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്പേസിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയ അല്ലെങ്കിൽ വർക്ക് ഏരിയ നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പുതിയൊരു അപ്രോച്ചാണ് ഇവരിവിടെ ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ എൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ക്ലാസ്സിയാണ്. ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഹിയർ ഈസ് റിയലി അമേസിങ്. നല്ല മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ചോദിക്കുന്ന വിലഭാഗം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 1.3 CR ആണ്, നെഗോഷ്യബിൾ ആണ്. നല്ല എൻക്വയറി വരുന്നൊരു പ്രോപ്പർട്ടിയാണിത്. ഇതിൻ്റെ മെയിൻ ഡോറാണെങ്കിലും നല്ല വൈഡായിട്ടുള്ള ഡോറാണ്. ലൈറ്റിങ് ഭയങ്കര പ്രോപ്പറാണ്. നമ്മൾ ഇൻറ്റേർണൽ ലൈറ്റ്സോ ആർട്ടിഫിഷ്യൽ ലൈറ്റോ കൊടുക്കാതെ തന്നെയാണ് ഇത്ര ലൈറ്റിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ നെയ്ബർഹുഡ് റിയലി അമേസിംഗ് ആണ്. ഓപ്പൺ വെൽ പ്രൊവിഷനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് യാർഡ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടിരുന്നു. അവിടെ നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 2-3 വണ്ടികൾ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർ ഫ്രണ്ട് യാർഡിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് യാർഡ് സ്പേഷ്യസ് ആണ്. ബാക്ക് യാർഡും തിരക്കില്ലാത്ത രീതിയിൽ സ്പേഷ്യസ് ആണ്. ഒരു സൈഡ് യാർഡും ബാക്ക് യാർഡും ഫ്രണ്ട് യാർഡും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ഈ ബാക്ക് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടി ശരിക്കും വിറ്റുപോയതാണ്. കാരണം ഇവിടെ നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ്. മാത്രമല്ല വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നല്ലതാണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് റിയലി അമേസിങ്. അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഫാക്ടർ. സോ ഇഫ് യു വാണ്ട് ടു സീ ദിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us എനി ടൈം. വാട്ടർ ടാങ്കിലേക്കുള്ള പ്രൊവിഷനാണിത്. ഇനി നമ്മൾ ഈ വശത്തൂടെ പോയി ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. നേരെ നമ്മൾ കാർ പാർക്കിങ് നമ്മുടെ ഫ്രണ്ട് യാർഡിലേക്കാണ് എത്തുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പള്ളിയിലേക്ക് പോകാനായിട്ട് 1.3 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റൽ സൗകര്യത്തിനായിട്ട് 1.5 കിലോമീറ്റേഴ്സ്. വേറൊന്നും വേണ്ട. നമ്മുടെ പാലാ ടൗണിലോട്ട് സെൻട്രലിലോട്ട് 3.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ. ഒരു കാറും 2 ബൈക്കും സ്പേഷ്യസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. താല്പര്യമുള്ളവർ വിളിക്കുക. താങ്ക്